എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരണ്യ ഹരീഷ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്തയാൾ 6ൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ 7 വയസ്സായി. അവൻ പ്രീമച്വർ ബർത്തായിരുന്നു. അതിൻ്റെ പരമായിട്ട് അവന് കുറേ പ്രോബ്ലംസ് ഉണ്ടായി. അതിനുശേഷം ഒരു ഫിക്സ് വന്നു. അവൻ ഒരു 6 മാസമായതിനു ശേഷവും കമന്ന് വീണില്ല. അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ അവന് ഫിക്സ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിൻ്റെ പരമായിട്ട് കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഹോസ്പിറ്റലൈസ് ആയിട്ട്, ഫിനാൻഷ്യലായിട്ട് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 വയസ്സായിട്ടുണ്ട്. നടന്നു സംസാരിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഡെയിലി ഫിസിയോതെറാപ്പി കാര്യങ്ങളായിട്ട് ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു FB-യിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്ത് ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു. ഇപ്പോൾ പുള്ളി എന്നോട് ഫോഴ്സിൽ പറഞ്ഞു, നീ ഇത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. പുള്ളി പറഞ്ഞത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കോൾ വന്നു. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മൂത്തയാളോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കോൾ വന്ന് അമ്മയോട് ചെല്ലാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അമ്മയെ യൂട്യൂബ് എടുത്ത് സെർച്ച് നോക്കി. അമ്മ ഉദ്ദേശിക്കുന്നതൊക്കെ പരിപാടിയൊന്നും അല്ല ഇതെന്ന് പറഞ്ഞു. കാരണം ഇത് നന്നായിട്ട് റാങ്കോക്കൊക്കെ നടക്കണമെന്ന് പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ല. അപ്പൊ അവനെ പറ്റി ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വൈകിട്ട് പറഞ്ഞു, അമ്മ പോവുകയാണോ, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പാടില്ലെന്ന് പറഞ്ഞു. അവരെന്നെക്കാളും ടെൻഷൻ. ഇപ്പൊ കുറെ പ്രാവശ്യം വിളിച്ചു എൻ്റെ അടുത്ത്, എന്തായി അമ്മയോട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു, എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങൾ വന്നത്. എന്നെ പോലുള്ള ഒത്തിരി അമ്മമാരിവിടെ കാണും, പക്ഷെ ഇവിടെ കാണില്ലെങ്കിലും പുറമേ കാണും. അപ്പൊ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ നിങ്ങളെ പോലൊരു അമ്മയാണ്. എൻ്റെ മോള് സ്പെഷ്യൽ കിഡാണ്. സോ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഒരു ബിസി ഷെഡ്യൂളിനനുസരിച്ച് നിങ്ങൾ വാട്ട് ഡു യു ഡു ഫോർ യുവർ സെൽഫ്? നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. എനിക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്. വിഷു എല്ലാവർക്കും അറിയാമല്ലോ, ഹിന്ദുക്കളായിട്ടുള്ളവർക്ക്. അതിന് തിരുവുടയാട എന്ന് പറഞ്ഞ സംഭവം അതെനിക്ക് അറിയാമായിട്ടല്ല. ഞാൻ ഒരു വിഷുവിന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ അത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിനൊരു 350 രൂപ സംതിങ് ആണ്. അപ്പോൾ ഞാൻ ഓർത്തു, അത്രയും രൂപ കൊടുത്ത് എല്ലാവർക്കും എപ്പോഴും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞു, നിനക്ക് തയ്ക്കാൻ അറിയില്ല, ഞാൻ തയ്ക്കും കുറച്ചൊക്കെ. അപ്പോൾ നീ എന്ത് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. അത് ഞാൻ ഫേസ്ബുക്കിലിട്ടു, വാട്സപ്പിലിട്ടു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ അത് മേടിച്ചു. അവരത് അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് ഇപ്പോൾ ഓൺലൈനായിട്ട് വിഷുവിൻ്റെ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല തിരക്കിലുള്ള വർക്കുണ്ട്. അല്ലാതെ ഈവന്റ് മാനേജ്മെൻറ്റുകാർ എൻ്റെ അടുത്ത് കസ്റ്റമൈസ് ചെയ്ത് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ വേണ്ടായിട്ട് നമ്മൾ തിരുവുടയാട എന്നൊക്കെ പറയാം, അമ്പലങ്ങളിലോട്ട് അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. അത് തന്നെയല്ല